മുംബൈയിലെ ട്രാവൽസ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ സൗദിയിലെ ജിദ്ദയിലേക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കാനായി എത്തുകയാണ്. അങ്ങനെ എത്തിയ കാലത്താണ് ഇവിടെയുള്ള ആരോഗ്യ മേഖലയിലെ അവസരങ്ങൾ അദ്ദേഹം പഠിക്കുന്നത്. പിന്നീട് ജിദ്ദയിൽ സജീവവും ഒപ്പം തന്നെ വ്യാപകവുമായി മാറിയ ഷിഫ ജിദ്ദ എന്ന ബ്രാൻഡിന് പിന്നിലുള്ള മലയാളി. അദ്ദേഹത്തിൻ്റെ പേരാണ് PA അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ് ഇനി. അതിവേഗത്തിൽ നേട്ടങ്ങൾ സൃഷ്ടിച്ചതാണ് സൗദിയിലെ ആരോഗ്യരംഗം. ലോകത്തെ തന്നെ മികച്ച സംവിധാനങ്ങൾ ഈ രംഗത്തേക്ക് സൗദി ഇന്ന് എത്തിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ വിദേശികൾ കൂടുതൽ നിക്ഷേപം നടത്തിയ മേഖലയാണ് പോളിക്ലിനിക്കുകൾ. അതിലെ ശ്രദ്ധേയ നാമമാണ് ജിദ്ദക്കാരുടെ പ്രിയപ്പെട്ട ഷിഫ ജിദ്ദ. ഇതിന്റെ ഉടമസ്ഥനാണ് പുൽപ്പാട്ടിൽ അരീക്കാട്ട് അഥവാ PA അബ്ദുറഹ്മാൻ. മലപ്പുറത്തിനടുത്ത് വെസ്റ്റ് കോഡൂരിലെ വെരിക്കോട്ട് പള്ളിയിലാണ് സ്വദേശം. സൗദിയിലെ ജിദ്ദയിൽ നിക്ഷേപകൻ. ക്വാളിറ്റി സേവനങ്ങളിലൂടെ സൗദി അറേബ്യയുടെ വിശ്വസ്തരായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സായി മാറിയ ഷിഫ ജിദ്ദയുടെ മാനേജിംഗ് ഡയറക്ടർ. വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിലെ ട്രാവൽ ഏജൻസിയിലൂടെയാണ് അബ്ദുറഹ്മാൻ ബിസിനസ് ജീവിതം തുടങ്ങുന്നത്. എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ബോംബെയിൽ വന്നു. ബ്രദറിൻ്റെ കൂടെ ട്രാവൽ ഏജൻസിയിലായിരുന്നു എൻ്റെ ജോബ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഈ ട്രാവൽ ഏജൻസിയിൽ ഞാനൊരു 7 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. ആ അവസരത്തിലാണ് ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് നമുക്ക് സൗദിയിലൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത്. അപ്പോൾ ജോഷൻ പറഞ്ഞു, ഓക്കെ നമുക്ക് സൗദിയിലെ ഓഫീസ് തുടങ്ങാം. അപ്പോൾ ആരും മാനേജ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മാനേജ് ചെയ്യാം. അങ്ങനെയാണ് ആദ്യമായിട്ട് 92 ഡിസംബറിൽ ഇവിടെ സൗദിയിലെ ജിദ്ദയിൽ വരുന്നത്. 2003-2004 കാലത്ത് സൗദി വിസ നയങ്ങളിൽ കൊണ്ടുവന്ന മാറ്റം ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചു. പൊടുന്നനെയായിരുന്നു ആ തീരുമാനങ്ങൾ എല്ലാം. അപ്പോൾ എൻ്റെ ബ്രദറ് ഈ ഹോസ്പിറ്റൽ ക്ലിനിക് മേഖലയിലാണ് ഈ ഒമാനിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് കുറേ സെൻറ്ററുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് 2000-ലാണ് അവരവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഒരു ഗ്രൂപ്പ്. എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് അന്ന് പശ്ചാത്തലം ഒന്നും ഇല്ലെങ്കിലും പക്ഷേ അതിനെക്കുറിച്ചുള്ള കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഷറഫിയിൽ ഒരു ബിൽഡിങ് എടുത്തിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ക്ലിനിക്കിൽ പരിചയമുള്ള. ആ സുഹൃത്തിനെ വിളിച്ചിട്ട് അവരും ഞാനും ഒരുമിച്ച് ഇരുന്ന് ഡ്രോയിങ്ങും കാര്യങ്ങളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത്, ഒരു റഷീദ് എന്ന് പറഞ്ഞാൽ ഇരുന്ന് ചെയ്ത്, നമ്മുടെ ഒരു സൗദി സ്പോൺസർ ഉണ്ടായിരുന്നു അന്ന്. അയാളെ സമീപിച്ച് അയാളടുത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് അപ്പോൾ പറഞ്ഞ അയാൾ ഓക്കെ. അയാൾക്ക് ആ സമയത്ത് മറ്റ് ക്ലിനിക്കിൻ്റെ സ്പോൺസറായിരുന്നു അയാൾ, ഈസ്റ്റേൺ പ്രൊവിൻസിലൊക്കെ. അപ്പോൾ അയാൾ ഓക്കെ പറഞ്ഞ് അങ്ങനെ ആണ് 2005 ഷിഫ ജിദ്ദ എന്ന സ്ഥാപനം തുടങ്ങുന്നത്. ഹോസ്പിറ്റൽ ക്ലിനിക് സെക്ടറിൽ മുൻ പരിചയമില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവമായിരുന്നു വളർച്ച. ഷറഫിയയിലായിരുന്നു തുടക്കം. ജിദ്ദ വികസനത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ നീക്കം ചെയ്യും വരെ ആ ഭാഗത്ത് തന്നെ തുടർന്നു. ഞാൻ ആദ്യം തുടങ്ങുന്നത് 6 ഡോക്ടേഴ്സിനെ വെച്ചിട്ടാണ്. അങ്ങനെ ലൈസൻസൊക്കെ വന്ന് പിന്നീട് അതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനം ഇപ്പോൾ ഈ 2021 ആ ഭാഗം പിന്നെ പൊളിച്ച് മാറ്റുന്ന ഘട്ടം വന്നപ്പോൾ ആ സമയത്ത് ഒരു 45ഓളം ഡോക്ടർമാരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജിദ്ദയിലെ പുതിയ മേഖലയിലേക്ക് മാറി. മക്കയിലും കിഴക്കൻ പ്രവിശ്യയിലും പുറമെ ഗ്രൂപ്പിന് കീഴിൽ മസ്കത്തിലും പോളിക്ലിനിക്കുകളുണ്ട്. സൗദിയിൽ വിവിധ രംഗങ്ങളിലായി ഗ്രൂപ്പിന് സംരംഭങ്ങളും വേറെയുണ്ട്. പുതിയ സൗദിയിലെ സാഹചര്യങ്ങളിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുവെന്നാണ് PA അബ്ദുറഹ്മാന്റെ കണക്ക് കൂട്ടൽ. സൗദി അറേബ്യ വലിയൊരു രാജ്യമാണ്. ഇവിടെ നല്ലൊരു മാർക്കറ്റാണ്.
പിന്നെ പോപ്പുലേഷൻ ബേസ് എന്ന് പറഞ്ഞാൽ GCCയിലെ ഏറ്റവും വലിയ കൺട്രി സൗദി അറേബ്യയാണ്. എന്ത് ബിസിനസ്സിനും ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ് സൗദി അറേബ്യ. ഇനി ഫ്യൂച്ചറിലും തന്നെ ആശുപത്രി മേഖലയാണെങ്കിലും ശരി, മറ്റുള്ള മേഖലകളെയും അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലകൾ, അതുപോലെ പിന്നെ സർവീസ് മേഖലകൾ, പിന്നെ ടൂറിസം മേഖല, ഇതൊക്കെ വളരെയധികം സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇപ്പോഴേ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കുറേ മാറ്റങ്ങൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചു. കുറേ വർഷങ്ങൾക്ക് ഇപ്പോൾ 4-5 വർഷമായിട്ട് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇനിയും ഇവിടുത്തെ ഭരണാധികാരികളുടെ ഒരു നല്ലൊരു വിഷൻ ഇവർക്കുള്ളത് കൊണ്ടും പിന്നെ നല്ലൊരു മാറ്റത്തിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പേഷ്യന്റ് സേഫ്റ്റിയിലും ക്വാളിറ്റി സർവീസിലും നൽകിയ ഉറപ്പ് ജിദ്ദയുടെ വിശ്വസ്ത ഹെൽത്ത് ക്ലിനിക്കാക്കി ഷിഫ ജിദ്ദയെ മാറ്റിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് പോലും ഷിഫ ജിദ്ദയെ തളരാതെ കാത്തത് ജനങ്ങൾ അർപ്പിച്ച ഈ വിശ്വാസമാണ്. ഈ വിശ്വാസം തന്നെയാണ് അബ്ദുറഹ്മാന്റെ വിജയത്തിന്റെ പ്രിസ്ക്രിപ്ഷനും. ഹെൽത്ത് കെയർ മേഖലയിലെ ഈ നേട്ടങ്ങൾക്ക് മീഡിയ വണിന്റെ ബിസിനസ് എക്സലൻസ് പുരസ്കാരം അദ്ദേഹത്തിന് സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹലാ ജിദ്ദ വേദിയിൽ വെച്ച് സമ്മാനിച്ചിരുന്നു.